ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതേ കൊടുക്കുന്നതിനെ കുറിച്ചാട്ടോ. എനിക്കൊരു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നേ, സ്വാതി എന്ന അവളുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വാതി. അതുപോലെ സ്വാതിക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ എന്നെ അക്കാന്നാണ് വിളിക്കുന്നത്. എന്നെ ഒരു ചേച്ചിയായിട്ടായിരുന്നു അവൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഓടി അവൾ വരുന്നത് എൻ്റെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾ വീടൊക്കെ പണിയുമ്പം സെക്യൂരിറ്റി ആയിട്ട് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അപ്പോൾ ഒരു ചെറിയ കുടുംബം വന്ന് താമസിക്കും. ഒരു ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറവൊക്കെ വെച്ചിട്ടാണ് അവർ ആ ചെറിയൊരു കുടിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ താമസിക്കുന്നത്. ഈ വീട് പണിതപ്പം ഈ വീടിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഈ സ്വാതി എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര നല്ലൊരു ലേഡിയായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വാതിയെ. ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു എന്നോട്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഷെയർ അവൾക്ക് വേണ്ടി ഉണ്ടാക്കും. അവളുടെ ഹസ്ബൻഡിൻ്റെയും അവളുടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെയും കൂടെ അവൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പോകുമ്പോൾ ഞാനൊരു ബോക്സിലാക്കിയിട്ടത് കൊടുത്തു വിടും. അപ്പം അവളുടെ അടുത്ത് പറയും, പലരും തലേദിവസം വെച്ചിട്ട് രാത്രി വെച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ആയിരിക്കും പലപ്പോഴും കൊടുത്തു വിടാറുള്ളത്. അപ്പം അത് വാങ്ങിക്കാൻ തന്നെ മടിയാണ്. ഞാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പം അത് ഉപയോഗപ്രദമാണോ എന്ന് നോക്കാറുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനം ഞാൻ വേറൊരാൾക്ക് കൊടുക്കാറില്ല. അതുപോലെ എൻ്റെ ഒരു ഉപയോഗിച്ച സാധനം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാൻ വരുന്ന 1-2 സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ആദ്യമേ അവരോട് ചോദിക്കും, ഇങ്ങനെ ഒരു ഡ്രസ്സുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, വേണോ എന്നൊക്കെ ചോദിക്കും. അതുമാത്രമല്ല, അവരെൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ അവർക്കും അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. ഞാൻ കൊടുത്തതിൻ്റെ കഥയല്ല പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പറയാനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ഭയങ്കര കൊടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒത്തിരി പൈസയുണ്ട്. അതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല സമയങ്ങളിലും ഇവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ പഴയ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പബ്ലിക്കിൽ അത് ഇട്ട് കഴിയുമ്പോൾ പറയും, എനിക്ക് ഈ ഡ്രസ്സ് അറിയാം, ഇത് ഞാൻ കൊടുത്തതാ എന്നൊക്കെ പബ്ലിക്കായിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ കൊടുത്ത് ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊടുത്ത് അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഇങ്ങനെ ഒരു ശീലമുള്ള ആളുകളെ നിങ്ങളും പലപ്പോഴും സൊസൈറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളുടെ വാർഡ്രോബ് നമ്മൾ ഒഴിവാക്കിയിട്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം അവർക്കുണ്ടാവുന്ന സഹായത്തെക്കാളും കൂടുതൽ നമുക്ക് തന്നെയാണ്. കാരണം വി ആർ മേക്കിംഗ് മോർ സ്പേസ്. നമ്മൾക്ക് കൂടുതൽ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനൊരു ഇത്രമാത്രം അതിലിങ്ങനെ പുകഴേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവരെ അത് കൊടുത്തിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പറ്റുന്നതും പുതിയത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതുകൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ ദയ മാത്രമാണ് അല്ലേ. അപ്പം ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്കും കഴിയട്ടെ. അടുത്തൊരു ചിന്തയായിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.